നമസ്കാരം. പൗരത്വ നിയമഭേദഗതി പിൻവലിക്കില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CAA നടപ്പാക്കാതിരിക്കാൻ കഴിയില്ലെന്ന് പിണറായി വിജയൻ അടക്കം അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രിമാർക്ക് അറിയാമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. CAA മൂലം ഏത് ഇന്ത്യക്കാരന്റെ പൗരത്വമാണ് നഷ്ടപ്പെടുന്നതെന്ന് തെളിയിക്കാൻ അദ്ദേഹം പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. നിയമം സുപ്രീംകോടതി സ്റ്റേ ചെയ്തിട്ടില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി. പൗരത്വ നിയമഭേദഗതി കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. അത് പിൻവലിക്കുക അസാധ്യമാണെന്നും അമിത്ഷാ പറഞ്ഞു. CAA വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല. രാജ്യമാകെ ബോധവൽക്കരണം നടത്തും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ലെന്ന് അവരുടെ നേതാക്കൾക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടാണ് CAA പിൻവലിക്കുമെന്ന് പ്രതിപക്ഷം പ്രഖ്യാപനം നടത്തുന്നത്. CAA ഭരണഘടനാ വിരുദ്ധമല്ല, തുല്യതയ്ക്കുള്ള അവകാശത്തിന്റെ ലംഘനമല്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മത ന്യൂനപക്ഷങ്ങൾ മതപരമായ പീഡനം നേരിട്ട് അഭയാർത്ഥികളായി എത്തിയാൽ പൗരത്വം നൽകേണ്ടത് ഭരണഘടനാപരവും സാമൂഹികവുമായ ഉത്തരവാദിത്തമാണ്. പൗരത്വവുമായി ബന്ധപ്പെട്ട് നിയമം കൊണ്ടുവരാനും നടപ്പാക്കാനും അധികാരം കേന്ദ്ര സർക്കാരിനാണ്. CAA നടപ്പാക്കാതിരിക്കാൻ കഴിയില്ലെന്ന് അതിനെ എതിർക്കുന്ന മുഖ്യമന്ത്രിമാർക്കും അറിയാം. കോൺഗ്രസ് നേതാക്കൾ മുൻപ് CAA പിന്തുണച്ചിരുന്നതാണ്. ഇപ്പോൾ എന്തുകൊണ്ട് എതിർക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കണം. കോവിഡ് മൂലമാണ് വിജ്ഞാപനം വൈകിയത്. BJPക്ക് ഇതിൽ രാഷ്ട്രീയമില്ല. പ്രതിവർഷം ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ശ്രമിക്കുന്നു, കള്ളത്തരം പ്രചരിപ്പിക്കുന്നു. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെക്കുറിച്ചും റോഹിംഗ്യകളെക്കുറിച്ചും എന്തുകൊണ്ട് പ്രതിവർഷം മൗനം പാലിക്കുന്നുവെന്നും അമിത്ഷാ വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.